29/2025 2025 എൻ്റെ OET എക്സ്പയർ ആവുകയാണ്. അപ്പം OET എക്സ്പയർ ആകുന്ന 2 ദിവസം മുന്നേ ഞാനൊരു സ്വപ്നം കാണുക, എനിക്കൊരു ഇൻ്റർവ്യൂ ലഭിക്കുന്നു, ഞാൻ ആ ജോലി കിട്ടുന്നു. പക്ഷേ എനിക്കറിയത്തില്ല എങ്ങനെ സംഭവിക്കും. എൻ്റെ OET എക്സ്പയർ ആയിപ്പോയി. അപ്പം എൻ്റെ ഏജൻസിയുടെ പേര് ഗ്രീൻ ലൈൻ എന്നാണ്. നമ്മൾ കത്തിക്കുന്ന തിരി ഗ്രീനാണ്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് മാതാവ് കൊണ്ട് തന്ന ഇൻ്റർവ്യൂ ആണ്. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പം എനിക്ക് 2 ഇൻ്റർവ്യൂ ഉണ്ട്, ഒരെണ്ണം മോക്കും ഒരെണ്ണം മെയിൻ ഇൻ്റർവ്യൂവും. അപ്പം മോക്ക് ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, നമുക്ക് മെയിൻ ഇൻ്റർവ്യൂ നടത്താം. പിറ്റേ ദിവസം ഏജൻസി എന്നോട് പറയുന്നു അവർ നാട്ടിൽ പോയി, ഇൻ്റർവ്യൂ നടക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ എന്നും മെഴുകുതിരി കത്തിച്ച് മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവേ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് ഇൻ്റർവ്യൂ തരണം, നീയായിട്ട് കൊണ്ട് തന്നതാണ്. ഞാൻ പിന്നെ ഇവിടെ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, മാതാവേ ഇതും കൂടെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ അയർലൻഡ് എന്ന മോഹം ഉപേക്ഷിക്കുക, ഞാൻ ഇനി വേറെ ഏതെങ്കിലും നാടോ കൺട്രിയോ നോക്കേണ്ട വരും. അങ്ങനെ അവസാനം സെപ്റ്റംബറിൽ എനിക്ക് അവർ 15-ാം തീയതി അവർ പറഞ്ഞു ഇൻ്റർവ്യൂ റെഡിയാണ്, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഞാൻ സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ട് എല്ലാവരും മാതാവിൻ്റെ ബ്ലൂ ഡ്രസ്സൊക്കെ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഞാനും പ്രാർത്ഥിച്ചു. എനിക്ക് 3 പേര് ഇൻ്റർവ്യൂ നടത്തി. അതിലൊരാൾ മാത്രം എന്നോടൊന്നും സംസാരിക്കുന്നില്ല. ആ സ്ത്രീക്ക് നമ്മുടെ ഹൃദയത്തിൽ കടികാരം ഘടിപ്പിച്ച മാതാവിൻ്റെ അതേ ഷേപ്പ് തന്നെ. പക്ഷേ എന്നോടൊന്നും സംസാരിക്കുന്നില്ല. എൻ്റെ എംപ്ലോയർ അപ്പുറത്തിരിപ്പുണ്ട്, അവരും എന്നോടൊന്നും സംസാരിക്കുന്നില്ല. അവർ എഴുന്നേറ്റ് പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഇൻ്റർവ്യൂ എൻ്റെ കയ്യിൽ നിന്ന് പോയെന്ന്. വേറൊരു പുള്ളിക്കാരി മാത്രമാണ് എന്നോട് സംസാരിക്കുന്നത്. ഇൻ്റർവ്യൂ എല്ലാം സംസാരിച്ചതിന് ശേഷം ഈ പുള്ളിക്കാരി തിരിഞ്ഞ് നമ്മുടെ മാതാവിൻ്റെ ഷേപ്പുള്ള ആളോട് ചോദിച്ചു ഇറ്റ്സ് ഇനഫ് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പുള്ളിക്കാരി എന്നെ നോക്കി ചിരിച്ചിട്ട് യു ക്യാൻ ഗോ എന്ന് പറഞ്ഞു. എന്നെ നോക്കി ചിരിച്ചു, എന്നിട്ട് യു ക്യാൻ ഗോ എന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസത്തിന് ശേഷം എനിക്ക് ഓഫർ ലെറ്റർ വരുവാണ്. എനിക്ക് ആ ജോലി ലഭിച്ചു. അമ്മയുടെ സാന്നിധ്യത്തിൽ അയർലൻഡിലെ ഡിയർ പാർക്കിൽ എന്ന നഴ്സിംഗ് ഹോമിൽ എനിക്ക് ജോലി ലഭിച്ചു. എൻ്റെ ഓഫർ ലെറ്റർ ലഭിച്ചു. അതിനുശേഷം മെഡിക്കലിന് എനിക്ക് ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം 2 ദിവസം മുന്നേ ഭയങ്കര ചുമ. ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും കഴിക്കുകയും തൈലം നെറ്റി പൂശുകയും ചെയ്തിട്ടാണ് മെഡിക്കലിന് പോയത്. മെഡിക്കലിന് പോയി പിറ്റേ ദിവസം അവിടുന്ന് എന്നെ വിളിക്കുകയാണ്, നിനക്ക് ബോർഡർ ലൈനാണ് കാണിക്കുന്നത്, ഒന്നും കൂടെ ബ്ലഡ് കൊണ്ടു തരണമെന്ന് പറഞ്ഞു. അന്നും ഞാൻ മാതാവിൻ്റെ ഉപ്പും നേർച്ച വസ്തുക്കളുള്ള തൈലവും ഉപയോഗിച്ച് മെഡിക്കലിന് എൻ്റെ ബ്ലഡ് കൊണ്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ മിഷൻ ഇറർ പറ്റും, പക്ഷേ അമ്മയ്ക്ക് ഇറർ സംഭവിക്കത്തില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു പോയി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മെഡിക്കലിന് റിപ്പോർട്ട് വന്നു. അന്ന് റിപ്പോർട്ട് വരുന്ന അന്ന് ഇവിടെ നമ്മുടെ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം ഞാൻ കൂടി. അന്ന് വൈകിട്ട് 6:30-ക്കാണ് എൻ്റെ റിപ്പോർട്ട് വന്നത്. എനിക്ക് ഫിറ്റ് അടിച്ച് കിട്ടി. അങ്ങനെ ഞാൻ വിസയ്ക്ക് വെക്കാൻ വേണ്ടി പോവാണ്. വിസയ്ക്ക് വെക്കുന്നതിന് 19-ാം തീയതി എൻ്റെ തിരുഹൃദയ ദേവാലയത്തിൽ ഈശോയുടെ പെരുന്നാളാണ്. ഈശോയുടെ പെരുന്നാളിന് തിരുമണിക്കൂർ ആരാധനയിൽ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ നീ ഉദ്ദേശിച്ചൊരു ദിവസം തന്നെ എനിക്ക് തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഏജൻസി 23 ബുധനാഴ്ച ഡേറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ആഗ്രഹം മൊത്തം ചൊവ്വാഴ്ച എനിക്ക് കിട്ടണം. എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്, പക്ഷേ ഒന്നും നടക്കുന്നില്ല. അവസാനം ഞാൻ പറഞ്ഞു, മാതാവേ നിനക്ക് എന്താണോ ഇഷ്ടം അത് തന്നെ എനിക്ക് തരണം. അന്ന് വൈകുന്നേരം എൻ്റെ മെഡിക്കൽ വന്ന വൈകുന്നേരം എൻ്റെ ഏജൻസി എന്നെ വിളിച്ചിട്ട് പറയുവാണ്, ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നിനക്ക് VFS സ്ലോട്ട് കിട്ടിയിട്ടുണ്ട്, നിനക്ക് വന്ന് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പാസ്പോർട്ട് വെച്ചു, പാസ്പോർട്ട് കൊടുത്തു. ഡിസംബർ 15-ാം തീയതി എൻ്റെ വിസ വന്നു. നാളെ കഴിഞ്ഞ് ജാനുവരി 16-ാം തീയതി ഞാൻ അയർലൻഡിന് പോവാണ്.